വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കുന്നു. ഇതിൽ ഞാൻ ഇതിൻ്റെ ഹാഫ് ഏത്തപ്പഴം ചേർത്തു. ഹാഫ് ഏത്തപ്പഴവും എല്ലാവർക്കും ആവശ്യത്തിന് വേണ്ടുന്ന മധുരം കേട്ടോ, മധുരവും ലേശം ഉപ്പും ഇട്ട് കേട്ടോ, ഇതും ഇട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് ഇത് കോരി ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പുകൾ ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുക, വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സംഭവം റെഡിയായി. ഞാൻ ഇത് വെന്തോ ഇല്ലയോ എന്ന് നോക്കാം നമുക്കൊന്ന്. ഇതാ ഞാൻ ഇതാ ഇങ്ങനെ നോക്കുന്നു. സൂപ്പറായിട്ട് വെന്തോ, സൂപ്പറായിട്ട് വെന്ത്. ഇതിനകത്ത് പിടിക്കുന്നില്ല കണ്ടോ, വെന്ത്. ഓഫാക്കിയിട്ട് നമുക്ക് അടുത്തത് വെച്ച് കൊടുക്കാം. സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്ത് തിന്ന് നോക്കട്ടെ. അടുത്തതും ആക്കി. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിണ്ണത്തപ്പം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. കുഞ്ഞു വീഡിയോ ആണേ, സപ്പോർട്ട് ചെയ്യണേ, സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിനകത്ത് ചേർത്തേക്കുന്നത് നമ്മൾ സാധാരണ അപ്പത്തിന് എങ്ങനെയാണോ നമ്മൾ സാധനം അരയ്ക്കുന്നത് അതേ രീതിയിൽ അരയ്ക്കുക. കുറച്ച് തേങ്ങ കൂടുതൽ അരയ്ക്കും. ഒരു സെക്കൻഡ്, ഞാൻ ഇത് അടുപ്പിലൊരു സാധനം വെച്ചു. അപ്പം അതിന് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പം എങ്ങനെയാണോ അപ്പത്തിന് നമ്മൾ ആട്ടുന്നത് അതേ രീതിയിൽ ആട്ടുക. ഈസ്റ്റും കൂടെ ആട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടുക. എന്നിട്ട് പിന്നെ കുറച്ച് തേങ്ങ കൂടുതൽ ചേർക്കണം. അപ്പത്തിനാട്ടുന്നതിനേക്കാൾ കൂടുതൽ തേങ്ങ ആട്ടണം. എന്നിട്ട് ഈസ്റ്റും കൂടെ ആട്ടി വെച്ച് പിറ്റേ അധികം ഞാൻ ഇന്നലെ ആട്ടിയത് 11:30 ആയപ്പോഴാട്ടിയ അരി ആട്ടി വെച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് 8 മണിയായപ്പോൾ ഞാൻ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ അത്രയും ടൈമേ പുളിച്ചോളൂ. അപ്പോൾ അത് തന്നെ അറിയാമല്ലോ, പുളി ഉണ്ടല്ലോ നല്ല. ഞാൻ ഇതങ്ങ് അടക്കട്ടെ. എനിക്ക് എന്ന് വെച്ചാൽ ഒരു സമയത്ത് ഞാൻ ഒത്തിരി ജോലികളാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ്, നിങ്ങൾ അതേ രീതിയിൽ ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ രാവിലെ ആകുമ്പോൾ നമ്മൾ പഞ്ചസാര വേണ്ടുന്നത്ര മധുരം, ഇഷ്ടംപോലെ പഞ്ചസാര മധുരം ഉപയോഗിക്കുന്നവരാണെങ്കിൽ മധുരം ഇഷ്ടംപോലെ ഉപയോഗിക്കാം. പിന്നെ ഏലയ്ക്ക, പിന്നെ ഏത്തയ്ക്ക ഒരുവിധം പഴുത്തായിരിക്കണം. പച്ച ഏത്തയ്ക്ക ആകുമ്പോൾ ഉണ്ടല്ലോ കട്ടിയായിട്ടിരിക്കും, നമ്മൾ വേവുമ്പോഴും കട്ടിയായിട്ട് തന്നെ ഇരിക്കും. എന്നിട്ട് ഏത്തയ്ക്കായും അരിഞ്ഞിട്ടിട്ട് നല്ല മിക്സ്, ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ ഏലയ്ക്കപ്പൊടി ഇടണേ. എന്നിട്ട് നല്ല മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് പാത്രത്തിൽ നെയ്യ് ചേർത്ത്, പാത്രത്തിലേ അകത്തല്ലേ നമ്മൾ ഒരു പ്ലേറ്റിന് ചോറുണ്ണുന്ന പ്ലേറ്റുകളൊക്കെ ഇല്ലേ, അതിൻ്റെ അകത്ത് നല്ലതുപോലെ, അതായത് ഇച്ചിരി പൊക്കമുള്ള സ്റ്റീലിൻ്റെയൊക്കെ പ്ലേറ്റുകൾ, ഈ പൊട്ടുന്ന പാത്രമൊന്നുമല്ല. അപ്പോൾ എന്നിട്ട് ഇതിനകത്തോട്ട് നെയ്യ് പുരട്ടിയിട്ട് വേണം ഇത് കോരി ഒഴിക്കേണ്ടത്. എന്നിട്ട് ആ പ്ലേറ്റിൻ്റെ 1/4 ഭാഗം കോരി ഒഴിക്കണം. 1/4 ഭാഗം കോരി ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ അണ്ടിപ്പരിപ്പ് വിതറും. ഇതുപോലെ ഞാൻ വെച്ചേക്കുന്ന കണക്ക് ഇതുപോലെ ഇഷ്ടം പോലെ അണ്ടിപ്പരിപ്പ് വിതറണമെങ്കിൽ വിതറാം, 1ഉം 2ഉം വെക്കണമെങ്കിൽ അത്രയും വെക്കാം. വിതറിയിട്ട് വേവിക്കാൻ വെക്കുക. അപ്പത്തിൻ്റെ അത്രയും ലൂസാണ്, ഒരു ലേശം കൂടെ ലൂസ് കുറവായിരിക്കും. കൺസിസ്റ്റൻസി ഇച്ചിരി കട്ടി വേണം, ലേശയാവാളും ഒത്തിരി എങ്ങാവരുത്. അപ്പത്തിൻ്റെ നമ്മൾ ഇച്ചിരി നല്ല ലൂസായിട്ടല്ലേ ആക്കുന്നത്, അത്രയും ലൂസാവേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.